നമസ്കാരം. സെയിലിംഗ് കമന്ററിയിലേക്ക് സ്വാഗതം. ഒരു പ്രേക്ഷക പ്രതികരണത്തോടുകൂടി ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. നവംബർ മാസത്തെ കണക്ക് ആദ്യമേ തന്നെ അവതരിപ്പിക്കാം. ഡിസംബർ 2-ാം തീയതി നവംബർ മാസം നമ്മുടെ പോർട്ടിന്റെ പെർഫോമൻസ് ശരാശരി 53.80%. ഒരു മാസത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോർട്ട് മുഴുവനൊന്നും പറയാൻ പറ്റില്ല. രണ്ട് ബർത്ത് അവിടെ വന്ന കപ്പലുകൾ അവർ എത്ര സമയം നമ്മുടെ ബർത്തിൽ സ്പെൻഡ് ചെയ്തു, ഇതെല്ലാം കണക്ക് കൂട്ടി 1-ാം തീയതി മുതൽ നവംബർ 1 മുതൽ നവംബർ 1 മുതൽ നവംബർ 30 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ കപ്പൽ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറയുന്നത് എല്ലാ ദിവസവും കപ്പൽ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ കപ്പലുകൾ പ്രവേശിക്കാത്ത ചില ദിവസങ്ങളുണ്ടായിരുന്നു. പഴയത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതുണ്ടായിരുന്നു. അതുകൊണ്ട് 30 ദിവസവും കപ്പലുകൾ ഉണ്ടായിരുന്നു. 29 കപ്പലുകളാണ് ആകെ കഴിഞ്ഞ മാസം നവംബറിൽ വന്നത്. ആ വന്നത് 26.08% വർധനമാണ്. ഒക്ടോബറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 26.08, 6 കപ്പലുകൾ കൂടുതലാണ്. ശതമാനക്കണക്കിൽ 26.08% വർധനവ് രേഖപ്പെടുത്തി. അത് നല്ല വർധനവ് തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. ഇൻഡസ്ട്രിയിൽ 8%, 6% എന്നൊക്കെയുള്ള ഒരു വർധനമാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നെങ്കിൽ ഇവിടെ 26.08% മൊത്തത്തിൽ വന്ന കപ്പലുകൾ ഒക്ടോബർ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഈ പറയുന്ന പോർട്ട് ഉപയോഗപ്പെടുത്തിയതിൽ 53.80%. ആഗോള നിലവാരം 70% പെർഫോമൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തിയ പോർട്ട് സൗകര്യങ്ങളും. ഇതിനകത്ത് യാർഡിലെ ക്രെയിനുകൾ, യാർഡിലെ പ്രവർത്തനങ്ങൾ ഒന്നും വരുന്നില്ല. ബർത്തിൽ കപ്പൽ വന്നു നിന്നതും കണ്ടെയ്നറുകൾ ഇറക്കിയതും എത്ര സമയം കപ്പലുകൾ നമ്മുടെ ബർത്തിൽ ഉണ്ടായിരുന്നു എന്നത് മാത്രം കണക്കാക്കിയാണ് 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ശരാശരി 53.80% പെർഫോമൻസ്. ഇത് 70 എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ശ്രീ കൃഷ്ണൻ ജൂലൈ മുതലുള്ള കണക്കും ഇന്നലെ തന്നെ രേഖപ്പെടുത്തി അയച്ചിരുന്നു. ജൂലൈയിൽ 3 കപ്പൽ, ഓഗസ്റ്റിൽ 1 കപ്പൽ, സെപ്റ്റംബറിൽ 12 കപ്പൽ, ഒക്ടോബറിൽ 23 കപ്പൽ, നവംബറിൽ 29 കപ്പൽ. ഇനി നമുക്ക് ഡിസംബറിലെ എടുക്കാം. ഇന്നലെ തന്നെ 2 കപ്പലുകൾ വാർഫിൽ അടുത്തിരുന്നു. എന്തായാലും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇനി നമുക്ക് ഒരു കത്ത്, പ്രേക്ഷകന്റെ കത്തെടുത്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ശ്രീ എസ് രാജനാണ് എഴുതുന്നത്. അറ്റ്പാർ എന്ന് പറഞ്ഞാൽ മലർത്തി അടിക്കും എന്നാണോ? തീർച്ചയായിട്ടും ഈ അറ്റ്പാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതൊരു വലിയ മലർത്തിയടി തന്നെയാണ്. പാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാങ്ഹായ് പോർട്ടിന്റെ അതേ നിലവാരത്തിലെത്തുക. 49.18 MTU, അതായത് 4 കോടി, കറക്റ്റായിട്ട് പറഞ്ഞാൽ 4,91,50,800 TU. ഇത്രയും ഈ നിലവാരത്തിൽ വിഴിഞ്ഞം പദ്ധതി എത്തുമെന്നാണ് അറ്റ്പാർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മലർത്തിയടി തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ആ ഒരു നിലവാരത്തിൽ വിഴിഞ്ഞം പദ്ധതി എത്തുമെങ്കിൽ, കാരണം അവിടെ 4,91,00,000 ഇപ്പോ അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി 4,91,00,000 ഹാൻഡിൽ ചെയ്താൽ ലോക നിയമം അനുസരിച്ച് എവിടെയെങ്കിലും ഒരു കുറവ് വന്നാൽ മാത്രമേ ഒരിടത്ത് നേട്ടമുണ്ടാവുക. ഇപ്പൊ 4,90,00,000 അല്ലെങ്കിൽ നമ്മൾ ആവർത്തിക്കണം 5 കോടി എന്ന് വെച്ചോളൂ.
5 കോടി കണ്ടെയ്നർ വിഴിഞ്ഞത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഷാങ്ഹായ് പോർട്ടിൽ കുറവ് വരുന്നു. അല്ലാതെ പറ്റില്ല. കാരണം ആഗോള ഡിമാൻഡ് ഇങ്ങനെ റോക്കറ്റ് പോകണത് പോലെയൊന്നും പോകുന്നില്ല. ചെറിയ ചെറിയ ഒരു ഗ്രോത്താണ്. 2% ഈ ചരക്ക് വ്യാപാരത്തിലൊക്കെ വരുന്ന ഓരോ വർഷത്തെയും വർധനവ് ആഗോളതലത്തിൽ. അപ്പൊ ചൈന ഇന്ന് അയച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ 5 കോടി കണ്ടെയ്നർ അയച്ചുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം 5 കോടി അയക്കുമ്പോൾ ചൈനയിൽ കുറവ് വരും. അതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഫോക്സ്കോണിന്റെ കേസാണ്. ഫോക്സ്കോൺ ഹാസ് ഷിഫ്റ്റഡ് പ്രൊഡക്ഷൻ ഫ്രം ചൈന to India and other countries in response to the US-China relationship and to reduce the risk of sanctions. അതെങ്ങോട്ട് വന്നു? ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ ചൈനയുടെ ഉൽപാദനം കുറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കിയാൽ ചൈനയിൽ ഇന്നുണ്ടായിരിക്കുന്ന ഉൽപാദനം വിഴിഞ്ഞത്തോട്ട് ഉൽപാദനം കൂടുമ്പോൾ ചൈനയിൽ ഒരു കുറവ് വരും. അല്ലാതെ അവിടെയും അത്രയും ഉണ്ടാവും ഇവിടെ എത്രയും ഉണ്ടാവും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ലോകത്തിന്റെ ഡിമാൻഡ് അങ്ങനെയാണ്. ഒരു 2%, 2.5% വളർച്ച വരുന്നത്. അപ്പോൾ 5 കോടി കണ്ടെയ്നർ വിഴിഞ്ഞം ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഷാങ്ഹായ് പോർട്ടിന് ഒരു 1 കോടിയിലോട്ട് താഴോട്ട് കൊണ്ടുവരും. അതാണ് ഫോക്സ്കോണിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഫോക്സ്കോൺ ഹാസ് 12 factories in 9 Chinese cities, more than in any other country. മറ്റേത് രാജ്യത്ത് പോയതിനേക്കാൾ കൂടുതൽ 12 ഫാക്ടറികൾ ചൈനയിലുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് അവിടെ നിന്ന് മാറി ഇന്ത്യയിൽ വരുന്നു, വിയറ്റ്നാമിലോട്ട് പോകുന്നു, മലേഷ്യയിലോട്ട് പോകുന്നു, അങ്ങനെ പലയിടത്തോട്ട് പോകുമ്പോൾ അത് ചൈനയുടെ ഉൽപാദനത്തിൽ കുറവ് വരുത്തും, കയറ്റുമതിയിൽ കുറവ് വരുത്തും. A Foxconn industrial park in Nanning was closed due to Apple's operations moving elsewhere. The plant once employed 50,000 people, but now practically empty. 50,000 തൊഴിലാളികൾ അവിടെ കുറവ് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അത്രയും ഉൽപാദനം കുറഞ്ഞു. അപ്പോ വിഴിഞ്ഞത്തും വിഴിഞ്ഞം പരിസരത്തും 5 കോടി കണ്ടെയ്നർ ഏതെങ്കിലും ഘട്ടത്തിൽ ഉൽപാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നു. അറ്റ്പാർ ഇവിടെ കൂടുമ്പോൾ അവിടെ കുറയും, ചൈന തകരും, യാതൊരു സംശയവുമില്ല. ആസ് പാർ എന്ന് പറഞ്ഞാൽ മലർത്തി അടിക്കും എന്നാണോ? 100%. വിഴിഞ്ഞത്ത് ചരക്ക് കൂടുന്നതനുസരിച്ച് വിഴിഞ്ഞത്ത് എങ്ങനെ ചരക്ക് കൂടുന്നത്? ഇന്ന് ചൈനയിൽ പോയിരിക്കുന്ന കമ്പനികൾ ഇന്ത്യയിലോട്ട് വരുമ്പോഴാണ് ഉൽപാദനം കൂടുന്നത്. അല്ലാതെ ഗണ്യമായ ഒരു ഉൽപാദനം ഇന്ത്യയിൽ കൂടുന്ന ഒരു ഇക്കോ സിസ്റ്റം ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ ഈ അറ്റ്പാർ എന്ന് പറയുന്ന 5 കോടി കണ്ടെയ്നർ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ശക്തമായ ഒരു അടി തന്നെയായിരിക്കും ചൈനയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് ആ ശ്രീ S. രാജൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വരി തന്നെയും 100% തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അവാസ്തവമാണ്. വലിയ മാരകമായ അടി അങ്ങനെ സംഭവിക്കുമെങ്കിൽ ചൈനയ്ക്ക് ഉറപ്പായിട്ടും കിട്ടിയിരുന്നു. സാർ അത്ര മിടുക്കനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് IAS എടുത്തില്ല? അപ്പൊ ഈ ചോദ്യം എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് അത്രയും വലിയ ബുദ്ധിയൊന്നുമില്ല. IAS എടുക്കാനും IPS എടുക്കാനുമുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി, പത്രം വായിച്ച്, TV കണ്ട്, ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് കിട്ടുന്ന കുറച്ച് വിവരങ്ങൾ നമ്മൾ പറയുന്നു. നമുക്ക് ഈ പറയുന്ന വലിയ IASകാരോ ചീഫ് സെക്രട്ടറിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ആകേണ്ട യാതൊരു മിടുക്കോ ബുദ്ധിയോ ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ ലോക നിലവാരവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അപാകതയുണ്ട് എന്ന് തോന്നുന്ന, നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് പോലെ 3 നേരം അരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സിദ്ധി കൈവശമുണ്ട് എന്നല്ലാതെ ഇത്രയും വലിയ പദവിയിലോട്ട് പോകാനുള്ള യാതൊരു യോഗ്യതയോ യാതൊരു കഴിവോ എനിക്കില്ല. ശ്രീ രാജൻ സാറിന്റെ ആക്ഷേപം തീരുന്നില്ല. What is happening now is not digestible to you. What is happening now is not digestible to you. You are getting exposed. നിങ്ങളുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് എന്താണെന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ദഹിക്കാൻ പറ്റുന്നില്ല, അത് സമ്മതിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഈസ് നോട്ട് ഡൈജസ്റ്റബിൾ ടു യു. എനിക്ക് ദഹിക്കുന്നില്ല, സത്യമാണ്. എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവിടുത്തെ
രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങൾ ലോകത്തിലെ വളരെ അപൂർവമായ ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ട് കാണിക്കുന്ന ട്രപ്പീസ് വിദ്യകൾ കാണുമ്പോൾ എനിക്ക് ദഹിക്കുന്നില്ല എന്നുള്ളത് 100% ശരിയാണ്. താങ്കൾ അത് പറയുകയും എനിക്ക് വിശദീകരിക്കാൻ അവസരം നൽകുകയും ചെയ്തതിൽ താങ്കളോട് വലിയ കടപ്പാടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങൾ ഗൗരവമായി എടുക്കുന്ന മറ്റു പലർക്കും ഇത് ദഹിക്കുന്നില്ല. അമൽ എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം എഴുതുന്നത്, MSc Lawrence still at Anchorage even after GST Marinas left. GST Marinas എന്ന് പറയുന്ന കപ്പൽ പുറത്തോട്ട് പോയി. അത് കഴിഞ്ഞിട്ടും ലോറൻ എന്ന് പറയുന്ന MScയുടെ മദർ വെസൽ അകത്തോട്ട് കയറുന്നില്ല. MSc Rosario also at the Anchorage. It still doesn't look like 366-meter dual berthing is possible. നമ്മുടെ മഹത്തായ 5 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന നമ്മുടെ പോർട്ടിൽ 366 മീറ്ററുള്ള 2 കപ്പലുകൾ ഒരേ സമയത്ത് പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് ശ്രീ അമൽ പറഞ്ഞത്. മനസ്സിലായല്ലോ? പലർക്കും ദഹിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഈ സമൂഹത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ദഹിക്കുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അമലിന് മറുപടി കൊടുക്കുന്നത് അക്ഷയ്. അക്ഷയ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 366 മീറ്റർ ഫസ്റ്റ് ഷിപ്പ് പ്ലസ് 366 മീറ്റർ സെക്കൻഡ് ഷിപ്പ്, 2 കപ്പലുകൾ 300 ഇവിടെ വരുന്ന ലോറ പോലെ അല്ലെങ്കിൽ ഐറിന പോലെ, ഐറിൻ പോലുള്ള 2 കപ്പലുകൾ വന്നാൽ അവയ്ക്കിടയിൽ 35 മീറ്റർ ഗ്യാപ്പ് വേണം. 2 കപ്പലിന്റെയും ഇടയിൽ 35 മീറ്റർ ഗ്യാപ്പ് വേണം. 35 മീറ്റർ ക്ലിയറൻസ് പ്ലസ് കൺസിഡറിംഗ് 30 മീറ്റർ ഐഡിൽ സ്പേസ് ബിഹൈൻഡ് ദ ഫസ്റ്റ് ഷിപ്പ് പ്ലസ് അനദർ 30 മീറ്റർ ഫോർവേഡ് ഓഫ് ദ സെക്കൻഡ് ഷിപ്പ്. ആദ്യത്തെ കപ്പലിന്റെ പിന്നിലും 30 മീറ്റർ, രണ്ടാമത്തെ കപ്പലിന്റെ മുമ്പിലും 30 മീറ്റർ, നടുക്ക് 35 മീറ്റർ. അപ്പൊ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ 2 കപ്പൽ 366 മീറ്ററുള്ള 2 കപ്പൽ നിൽക്കണമെങ്കിൽ 827 മീറ്റർ ബർത്ത് നീഡഡ്, വിച്ച് വി ഡോണ്ട് ഹാവ്. ഇതാണ് പൊട്ടപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? നാട്ടുകാരിൽ അല്പം വെളിവുള്ള ആർക്കും ഇതൊന്നും ദഹിക്കുന്നില്ല എന്ന് മനസ്സിലായല്ലോ? 2 മദർ വെസലുകളെ ഒരേ സമയത്ത് നടത്താൻ പറ്റാത്തതാണ് നമ്മുടെ ബർത്ത്. ആരാണ് ഉപജ്ഞാതാവ്? ഈ പറയുന്ന വിദഗ്ധർക്ക് ആർക്കെങ്കിലും ഇത്തരം ഒരു പരിമിതി ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ഇത് ഒരേ സമയത്ത് 2 മദർ വെസലുകൾ കയറേണ്ടത് ഭംഗിക്ക് വേണ്ടിയാണ്, അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 10 ലക്ഷം കണ്ടെയ്നർ കയറ്റി ഇറക്കി പുറത്തോട്ട് പോയി അത് വാല്യൂഡേഷൻ നടത്തി അല്ലെങ്കിൽ സ്റ്റഫിംഗ് ഡീസ്റ്റഫിംഗ് ഒക്കെ നടത്തിയാൽ 50,000 ജോലി ഈ നാട്ടിലുണ്ടാവും. അതിനുവേണ്ടിയാണ്, അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇതിന്റെ മികവ് കാണിക്കാനോ മറ്റു പോർട്ടുകളുടെ മുമ്പിൽ നെഗളിക്കാനോ ഒന്നുമല്ല. അമലും അക്ഷയും പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: നമുക്ക് ഇപ്പോഴുള്ള ബർത്തിൽ 400 മീറ്റർ, നമ്മളെല്ലാരും പറഞ്ഞത് എന്താണ്? MSc ഐറിന, അതുപോലുള്ള മൈക്കൽ കപ്പലീനി തുടങ്ങിയ 400 മീറ്ററുള്ള കപ്പലുകൾ 2 കിടക്കുമെന്നാണ് ഞങ്ങളെല്ലാം പറഞ്ഞത്. 2000 മീറ്റർ വരുമ്പോൾ 5 മദർ വെസലുകൾ ഒരേ സമയത്ത് ബർത്ത് ചെയ്യപ്പെടും. സംഭവിക്കില്ല എന്ന് കണക്ക് നിരത്തി അക്ഷയും അമലും സ്ഥാപിക്കുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല സുഹൃത്തെ. രാജൻ സാറേ, ഞങ്ങൾക്ക് ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. ഞങ്ങൾ 30 കൊല്ലം അധ്വാനിച്ചതും പ്രചരിപ്പിച്ചതും പണിയെടുത്തതും നിരാഹാരം കിടന്നതും 2 മദർ വെസലുകളെ കയറ്റാൻ പറ്റാത്ത ഒരു ബർത്തിന് വേണ്ടിയല്ല. ഇത് ഡിസൈൻ ചെയ്തവർ, രൂപകൽപ്പന ചെയ്തവർ, ഇതിനുവേണ്ടി വായ്പകൾ എടുത്തവർ, ഇതിനുവേണ്ടി സംസാരിക്കുന്നവർ ദയവ് ചെയ്തത് MSc ലോറൻ പുറത്ത് കിടന്നത് എന്തുകൊണ്ട്? എത്ര മണിക്കൂർ പുറത്ത് കിടന്നു? ഇവിടെ ഒരു കപ്പൽ ഇവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ അടുത്ത നിമിഷം കയറണം, പറ്റുന്നില്ല, പരിമിതികളാണ്. അങ്ങനെയുള്ള വളരെ അധികം പോരായ്മകളുള്ള ഡിസൈനിലാണ് ഈ പോർട്ടിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അത് സഹിക്കുക. കാരണം എന്താണ്? ഇനി നിവൃത്തിയില്ല. ഉള്ളത് വെച്ച് ഓണം ഉണ്ണുക എന്ന് പറയുന്ന തരത്തിൽ നമ്മളെ കബളിപ്പിച്ച രാഷ്ട്രീയ നേതൃത്വവും നമ്മളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥ നേതൃത്വവും, വിസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ MD ആയി ഇരുന്നവരെല്ലാവരും കൂടി ചേർന്ന ചതിയാണ് ഈ പറയുന്ന തരത്തിൽ
ഒരു മദർ വെസൽ 366 കിടക്കുമ്പോൾ അടുത്തൊരു മദർ വെസൽ കയറാൻ പറ്റാതെ പുറംകടലിൽ കാത്തു കിടക്കുന്നു. ഇപ്പൊ തന്നെ പല കപ്പലും പുറംകടലിൽ കിടപ്പുണ്ട്. അങ്ങനെ വരുന്നത് ഈ പോർട്ടിന്റെ പോരായ്മയായിട്ട് മാറും. പതിയെ കമ്പനികൾ തീരുമാനിക്കും അവിടെ പോയാൽ പുറംകടലിൽ കിടക്കണം, കയറണ്ട എന്ന് പറഞ്ഞ് കമ്പനികൾ ഇവിടെ വരുന്നതിൽ നിന്ന് ഒഴിവാകും. ഇത്രയും ദ്രോഹം ചെയ്തത് ആരാണ്? ഈ ദ്രോഹമാണ് ഞങ്ങൾക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ ഈസ് നോട്ട് ഡൈജസ്റ്റബിൾ ടു യു. 100% ശരിയാണ്, ഞങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല സുഹൃത്ത്.